അവിടെ എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? വിരാട് കോഹ്ലിയേക്കാൾ മികച്ച പ്ലെയറായിട്ട് അഭിഷേക് ശർമ്മയെ പലരും കൊണ്ടു നടക്കും. അഭിഷേക് ശർമ്മ മികച്ച പ്ലെയറാണ്, എല്ലാം എന്ന് പറയുന്നില്ല. T20 നല്ല രീതിയിൽ സ്ട്രൈക്ക് റേറ്റോട് കൂടി കളിക്കാറുണ്ട്. എന്നാൽ അഭിഷേക് ശർമ്മക്ക് കൺസിസ്റ്റൻസി വളരെ കുറവാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ഡെക്ക് പോയത് അഭിഷേക് ശർമ്മയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾ ആരുമായിട്ടാണ് അഭിഷേക് ശർമ്മയെ കമ്പയർ ചെയ്യണത്? അവിടെ വിരാട് കോഹ്ലിയുമായിട്ട്. കോഹ്ലി എവിടെ നിൽക്കുന്ന പ്ലെയറാണടാ. മൂന്ന് ഫോർമാറ്റിലും രാജാവായി ഭരിച്ച ആളാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറോട് കട്ട് നിന്ന മനുഷ്യനാണ് ഈ വിരാട് കോഹ്ലി. ടെസ്റ്റ് എടുത്താലും ODI എടുത്താലും T20 എടുത്താലും IPL എടുത്താലും. പിന്നെ അതിൽ തന്നെ ചിലതിലൊക്കെ ഏറ്റവും ടോപ്പായി നിൽക്കുന്നതും വിരാട് കോഹ്ലിയാണ്. മികച്ച ആവറേജിലും മികച്ച കൺസിസ്റ്റൻസിയിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട് വിരാട് കോഹ്ലി. ആ കോഹ്ലിയാണോ നിങ്ങൾ അഭിഷേകുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? എന്ത് അടിസ്ഥാനത്തിലടാ? ചിലർ പറയുന്നു കോഹ്ലി നമ്മളെയൊക്കെ പറ്റിച്ചതായിരുന്നു എന്ന്, T20 ടഫാണെന്ന് പറഞ്ഞിട്ട്. അഭിഷേക് ശർമ്മ കുറച്ച് ഇന്നിങ്സ് കൊണ്ട് 9 T20 സെഞ്ചുറി നേടിയപ്പോൾ കോഹ്ലി തൻ്റെ കരിയറിൽ T20 9 സെഞ്ചുറിയാണ് നേടിയത് എന്നുള്ളത്. അവിടെ കോഹ്ലി 9 സെഞ്ചുറി നേടിയത് IPL ഇൻ്റർനാഷണലും മാത്രം എടുത്തിട്ടാണ്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ അഭിഷേക് ശർമ്മ 9 സെഞ്ചുറി നേടിയെന്നുള്ളത്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഓരോ ട്രോളും സ്റ്റാർട്ടും കണ്ട് വരുന്നുണ്ടല്ലോ. കോഹ്ലിക്ക് 9 സെഞ്ചുറി, അഭിഷേകിന് 9 സെഞ്ചുറി. അഭിഷേക് ശർമ്മ കോഹ്ലിയുടെ പകുതി പോലും മാച്ച് കളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അഭിഷേക് അല്ലേ ടോപ്പ് നടന്നിട്ട്? അഭിഷേക് ശർമ്മയുടെ 9 സെഞ്ചുറി ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ? 2 IPL, 2 ഇൻ്റർനാഷണലും. അതായത് പകുതിയിൽ കൂടുതൽ സെഞ്ചുറി, 5 സെഞ്ചുറി വരുന്നത് സ്മാർട്ടിലാണ്, സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ. ആ സ്മാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മികച്ച ബോളേഴ്സ് വളരെ കുറവായിരിക്കും, വളർന്നു വരുന്ന ബോളേഴ്സ് ആയിരിക്കും സ്മാർട്ടിൽ അധികം ഉണ്ടാവുക. അവർക്കെതിരെയാണ് ഈ അഭിഷേക് ശർമ്മ 5 സെഞ്ചുറി നേടിയത്. കോഹ്ലി എത്ര സ്മാർട്ട് കളിച്ചിരിക്കുന്ന അറിയോ? 0. തൻ്റെ കരിയറിൽ ഒറ്റ സ്മാർട്ട് മത്സരത്തിൽ പോലും കോഹ്ലി ബാറ്റ് ചെയ്തിട്ടില്ല. കോഹ്ലി കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. കോഹ്ലിയൊക്കെ അത് കളിച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പം പോലെ സെഞ്ചുറിൻ്റെ എണ്ണം കൂടി കിടക്കുന്നു T20. അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. മികച്ചവർക്കെതിരെ മികച്ച പെർഫോമൻസ് കളിച്ചിട്ട് കോഹ്ലി ഉണ്ടാക്കിയതാ ഏറ്റവും മികച്ചവൻ എന്ന പേര്. അത് ഇന്നോ ഇന്നലെ വന്ന അഭിഷേകുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കില്ല. അതാണ് പറയാനുള്ളത്. ഇനി കമ്പാരിസൺ അർഹത ഉള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തോ, അല്ലെങ്കിൽ അഭിഷേക് ഭാവിയിലേക്ക് T20 ബെസ്റ്റ് ആവും എന്ന് പറഞ്ഞോ, അതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. അല്ലാതെ ഈ സ്മാർട്ടിത്തെ 5 കൂട്ടി 9 സെഞ്ചുറി കോഹ്ലിയുടെ അത്ര സെഞ്ചുറി ഉണ്ടെന്നൊന്നും പറഞ്ഞ് വരല്ല. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ ആയിട്ട് പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ ഈ ഇൻ്റർനാഷണലും IPL വെച്ചിട്ട് 9 സെഞ്ചുറി ഒക്കെ എടുത്തിട്ട് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പരിഗണിക്കാം. അപ്പോൾ നമ്മൾ പരിഗണിക്കാം, ബെസ്റ്റ് ആക്കുന്നില്ല കേട്ടോ, പരിഗണിക്കാം. ഇപ്പോൾ പരിഗണിക്കാനുള്ളതില്ല. ഓക്കെ.